RIC ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ ഫീൽഡിൽ ഉപയോഗിക്കുന്ന റെഫ്രിജറൻ്റ് ചാർജിങ് ഹോസുകളുടെ ഒരു സെറ്റാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെ റെഫ്രിജറൻസ് ആണ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അതിൽ R12, R22, R502, R134A കൂടാതെ R410A എന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നീല, ചുവപ്പ്, മഞ്ഞ എന്നിങ്ങനെ 3 കളറുകളിലുള്ള ഹോസുകളാണ് ഉള്ളത്. അപ്പോൾ ഈ ഹോസുകളുടെ കൂടെ ഗേജ് മാനിഫോൾഡ്, അതല്ലെങ്കിൽ കോമ്പൗണ്ട് പ്രഷർ ഗേജ്, ഹൈ പ്രഷർ ഗേജ് എന്നിങ്ങനെയുള്ള പല ഗേജുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ നീല ഹോസ് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ പ്രഷർ ഗേജിൽ നിന്ന് സിസ്റ്റത്തിൻ്റെ ലോ പ്രഷർ സൈഡിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഹോസിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഈ ഭാഗമാണ് നമ്മൾ പ്രഷർ ഗേജിലേക്ക്, അതല്ലെങ്കിൽ ഗേജ് മാനിഫോൾഡിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. അത് കണക്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ത്രെഡ് ഉണ്ട്. കൂടാതെ ഗ്യാസ് ലീക്കാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് കളറിലുള്ള വാഷറും കൊടുത്തിട്ടുണ്ട്. ഹോസിൻ്റെ പുറത്ത് അതിൽ ഉപയോഗിക്കാവുന്ന റെഫ്രിജറൻ്റ് ഏതൊക്കെയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ R12, R22, R502 എന്നിങ്ങനെയുള്ള റെഫ്രിജറൻ്റ് ചാർജ് ചെയ്യാൻ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ മാക്സിമം നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ 500 PSI ആണ്. 2500 PSI ആകുമ്പോൾ ഈ ഹോസ് ഡാമേജ് ആകുന്നതായിരിക്കും. ഹോസിൻ്റെ ഈ ഭാഗമാണ് നമ്മൾ സിസ്റ്റത്തിൻ്റെ ചാർജിങ് ലൈനിലേക്ക്, അതല്ലെങ്കിൽ സർവീസ് വാൽവിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വാൽവ് ഓപ്പൺ ആക്കാൻ വേണ്ടി ഇതിലൊരു പ്രത്യേക ഭാഗം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ പറ്റും, അത് ബെൻഡായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ മറ്റേ സൈഡ് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് യെല്ലോ ഹോസാണ്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ഹോസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന റെഫറൻസ് തന്നെയാണ് ഇതിലും ഉപയോഗിക്കാൻ പറ്റുന്നത്. R12, R22, R502 എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട്. ഈ സൈഡാണ് നമ്മൾ വാക്വം പമ്പിലേക്കോ അതല്ലെങ്കിൽ റെഫ്രിജറൻ്റ് സിലിണ്ടറിലേക്കോ കണക്ട് ചെയ്യുന്നത്. ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സൈഡാണ് നമ്മൾ പ്രഷർ ഗേജിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് റെഡ് ഹോസാണ്. അപ്പോൾ ഈ റെഡ് ഹോസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ സിസ്റ്റത്തിൻ്റെ ഹൈ പ്രഷർ സൈഡാണ്. അതായത് കംപ്രസറിൻ്റെ ഡിസ്ചാർജ്, കണ്ടൻസർ, ലിക്വിഡ് ലൈൻ എന്നിവ ഉൾപ്പെടുന്ന ആ ഭാഗത്തെയാണ് നമ്മൾ ഹൈ പ്രഷർ സൈഡ് എന്ന് പറയുന്നത്. അവിടെയുള്ള വാൽവിലേക്ക് കണക്ട് ചെയ്യാനാണ് ഈ ഹോസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലും നേരത്തെ നമ്മൾ കണ്ട റെഫറൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ അതിൻ്റെ പ്രഷർ, മാക്സിമം പ്രഷർ എന്ന് പറഞ്ഞാൽ 500 PSI ആണ്. ഒരു സൈഡ് സ്ട്രെയിറ്റ് കണക്ഷനും മറ്റേ കണക്ഷൻ ബെൻഡ് കണക്ഷനുമാണ്. അപ്പോൾ അതിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കണക്ഷൻ നമ്മൾ പ്രഷർ ഗേജിലും ബെൻഡായിട്ടുള്ള കണക്ഷൻ നമ്മൾ സിസ്റ്റത്തിലേക്കുമാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഈ ഹോസുകൾ നമ്മൾ കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ബെൻഡായിട്ടുള്ള ഭാഗം ഓപ്പൺ ചെയ്ത് അവിടുത്തെ ആ റബ്ബറിൻ്റെ ഓറിങ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഈ ചാർജിങ് ഹോസുകൾ കുറച്ച് പഴയതാകുമ്പോൾ ആ റബ്ബറിൻ്റെ ഓറിങ്ങിന് ഡാമേജ് ഉണ്ടാകുകയും അങ്ങനെ അതുവഴി ഗ്യാസ് ലീക്കായി പോകാനുമുള്ള സാധ്യതയുണ്ട്. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സർവീസ് വാൽവിലൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് ആ വാൽവ് ഓപ്പൺ ആകണമെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു പിൻ ഓപ്പൺ ആക്കാനുള്ളൊരു ഭാഗമുണ്ട്. ആ ഭാഗം കറക്റ്റായിട്ട് പ്രസ്സായാൽ മാത്രമേ ആ വാൽവ് ഓപ്പൺ ആകൂ. അപ്പോൾ നമ്മളത് നേരെ തിരിച്ചാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ വാൽവ് ഓപ്പൺ ആകില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ബെൻഡായിട്ടുള്ള ഭാഗം നമ്മൾ സർവീസ് വാൽവിൻ്റെ അവിടെ കണക്ട് ചെയ്യുക. കൂടാതെ സ്ട്രെയിറ്റ് ഭാഗമാണ് നമ്മൾ പ്രഷർ ഗേജിലേക്കോ അതല്ലെങ്കിൽ ഗേജ് മാനിഫോൾഡിലേക്കോ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള റെഫ്രിജറൻ്റ് ഹോസുകളിൽ 3 കളറുകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മളത് മാറി കണക്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ആ കളറ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ സിസ്റ്റത്തിൻ്റെ ഹൈ പ്രഷർ, ലോ പ്രഷർ സൈഡുകളെ മാത്രമാണ്. പക്ഷേ ഇവയുടെ നിറം മാത്രമേ വ്യത്യാസമുള്ളൂ. അതിൻ്റെ വർക്കിംഗ് എല്ലാം സെയിം ആണ്. പക്ഷേ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സൈഡ് പ്രഷർ ഗേജിലേക്കും ബെൻഡായിട്ടുള്ള സൈഡ് നമ്മൾ സിസ്റ്റത്തിൻ്റെ സർവീസ് വാൽവിലേക്കും മറ്റും കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. കൂടാതെ റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട പുതിയ അറിവുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.